ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ദിസ് ഇസ് വികാസ് കാർത്തിക്. ദിസ് ഈസ് അൻസുജിഷോ. പുതുവർഷമായിട്ട് ടോക്ക് ഓഫ് ദ ടൗണിനോടൊപ്പം 3 യങ് ടാലൻസ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും യങ് ടാലന്റഡ് മ്യൂസിഷ്യൻ ആണ്, സിംഗറാണ്, ഗിറ്റാറിസ്റ്റ് ആണ്, ലിറിസിസ്റ്റ് ആണ് കീർത്തന വിജയ്. ഹായ്. അമൽ ക്രിസ് ഒരു കിഡിലൻ കീബോർഡിസ്റ്റ് ആണ്. പിന്നെ പല പരിപാടികളും അവരുടെ കയ്യിലുണ്ട്. നമുക്ക് വഴിയെ കാണാം. പിന്നെ ടോക്ക് ഓഫ് ദ ടൗണിന്റെ സ്വന്തം ഫാമിലിയാണ് രജത് രജി. നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം ടു ടോക്ക് ഓഫ് ദ ടൗൺ. താങ്ക് യു. നമ്മുടെ ഈ വർഷത്തെ എപ്പിസോഡ് നമുക്ക് സംഗീത സാന്ദ്രമായിട്ട് തുടങ്ങാം അല്ലേ? അതും 3 യങ് ടാലന്റ്സ് 2K കിഡ്സ് ആണ്. എന്താ ചിരിച്ചത്? എന്നാലും 24 വയസ്സെങ്കിലും 2K കിഡ്സ് ആണല്ലോ. പിന്നെ കളിയാക്കി ലോക്ക്ഡൌൺ കിഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ കീർത്തന, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് മ്യൂസിക് കൺസേർട്സും കാര്യങ്ങളൊക്കെ? ഞാനിപ്പോ ഇനി ബാംഗ്ലൂരിൽ ആദ്യം പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഷോ ചെയ്തതേ ഉള്ളൂ. ഇനിയും ഷോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നോക്കുന്നുണ്ട്. ലൈവ് കൺസേർട്സ് ചെയ്തിരുന്നു കഴിഞ്ഞ മാസം. അതെ, കഴിഞ്ഞ മാസം നവംബറിലായിരുന്നു. നവംബർ ആദ്യമായിട്ട് ലൈവ് ഷോ ആദ്യമായിട്ട് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അടിപൊളി. ഓഡിയൻസിന്റെ ഒക്കെ റെസ്പോൺസ് നമ്മൾ നേരിട്ട് കാണാൻ അതിങ്ങനെ ഒരു ഇന്ററാക്ഷൻ, എന്റെ ഫ്രണ്ട്സ് വന്ന് കാണുന്ന പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അത് നൈസ് ആയിരുന്നു. എൻജോയ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് കീർത്തനയുടെ ഒരു പെർഫോമൻസ് തുടങ്ങാം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, നമുക്ക് ഓക്കെ, നമുക്ക് കാതിൽ കേൾക്കാം. ഓക്കെ. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണിശുകളായി കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, ഒഴുകുന്ന താഴമ്പൂൾ മണമിതു നാമിന്നു പറയാതെ ഓർത്തിടും അനുരാഗഗാനം മണമിതു നാമിന്നു പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ ഒരുക്കുന്നു കൂടുന്നിത മലർക്കൊമ്പിലേതോ കൊയിൽ കടൽ പെറ്റൊരേ മുത്തു ഞാനെടുക്കും കാതിൽ മഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണി ശംഖുകളായി കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, തേൻമഴയായി പാടൂ കാറ്റേ കടലേ. സലീൽ ചൗധരിയാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. കീർത്തനയെ സംബന്ധിച്ച് ഈ പാട്ടൊക്കെ കുറച്ച് പഴയതാണ് അല്ലേ? പഴയതാണ്. അപ്പോൾ ഈ പാട്ടിലേക്കൊക്കെ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പണ്ട് കോവിഡിനൊക്കെ മുമ്പേ കുറെ ഇങ്ങനെ അസോസിയേഷൻ പ്രോഗ്രാംസിനൊക്കെ പോയിരുന്നു. അപ്പൊ അവരിങ്ങനെ ഓരോ റൗണ്ട് വെക്കും, ഇളയരാജ റൗണ്ട്, യേശുദാസ് റൗണ്ട്. അപ്പൊ അമ്മ ഓരോരോ പഴയ പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അമ്മയും അച്ഛനും പാട്ട് എൻജോയ് ചെയ്യുന്നവരാണ്. എപ്പോഴും പഴയ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, സജസ്റ്റ് ചെയ്യും. അങ്ങനെ പഴയ പാട്ട് പാടി തുടങ്ങിയതാണ്. ഇപ്പൊ ഈ അടുത്ത് എല്ലാം പുതിയ പാട്ട്. പക്ഷെ കീർത്തനയുടെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വെസ്റ്റേൺ സ്റ്റൈല് ഒരു ഇതിലുണ്ട് അല്ലെ? ആ വെസ്റ്റേൺ സ്റ്റൈൽ എങ്ങനെയാണ് വന്നത്? അത് ഞാനൊരു 10 വയസ്സൊക്കെ ആകുമ്പോ ഇംഗ്ലീഷ് സോങ്സ് പാടാൻ തുടങ്ങി. അപ്പൊ ഈ പ്രൊനൗൺസിയേഷൻ ഒക്കെ എന്തോ പോലെയായിരുന്നു, രസമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പാടി പാടി
പിന്നെ 8th പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഗിറ്റാർ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ ഗിറ്റാർ പഠിച്ചിട്ടുണ്ടോ അതോ സ്വയം? ഇല്ല, പഠിച്ചിട്ടില്ല. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഇതുവരെ പഠിച്ചിട്ടില്ല. പഠിക്കാണ്ട് തന്നെ നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഗിറ്റാർ പഠിച്ചിട്ടില്ല? ഇല്ല പഠിച്ചിട്ടില്ല. ബേസിക് ആയിട്ടൊക്കെ ജസ്റ്റ് സ്വന്തം ഇങ്ങനെ ഇങ്ങനെ പ്ലേ ചെയ്ത് പ്രാക്ടീസ് ആയി. അപ്പൊ ഗിറ്റാറും വോക്കൽസും മാത്രമായിട്ട് ചെയ്യുമ്പോ ആ ഒരു വെസ്റ്റേൺ ടച്ചും കൂടെ വന്നു. കരോക്കെ മാത്രം ഉപയോഗിക്കാതെ ചെയ്യുമ്പോ പിന്നെ പതുക്കെ പതുക്കെ ലിറിക്സ് ഒക്കെ എഴുതി തുടങ്ങി, തുടങ്ങി അതന്നെ കമ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്കൊരു വെസ്റ്റേൺ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് അമലിലേക്ക് വരാം. രജത്ത് നമ്മുടെ സ്വന്തം ഫാമിലിയാണ്. മൂന്നാമത്തെ എപ്പിസോഡ് ആദ്യത്തെ എപ്പിസോഡ് സോളോ ഗസ്റ്റ് ആയിട്ട് വന്നു. പിന്നെ ഒരു ഓണം പ്രോഗ്രാമിന് വന്നതായിരുന്നു. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. ഞാനിപ്പോ അലയിലാണ്, പ്രാണ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്ന സ്കൂളില് മ്യൂസിക് സാറാണ്. കീബോർഡ്, ഡ്രംസ്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ പിള്ളേരെ പഠിപ്പിച്ചു തുടങ്ങി. കുട്ടികളുടെ അവസ്ഥ. പാട്ട് പാടാറുണ്ട്? പാട്ട് പാടാറില്ല, പാടിപ്പിക്കാറുണ്ട്. അല്ല, സ്റ്റാർട്ട് ചെയ്തത് കീബോർഡ് തന്നെയായിട്ട് ഇൻസ്ട്രുമെന്റ് തന്നെയാണ് തുടങ്ങിയത്? സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഡ്രംസിലാണ് പഠിച്ചു തുടങ്ങുന്നത്. ഡ്രംസിലാണ് അല്ലേ? പിന്നെ ക്രേസ് പെട്ടെന്ന് ഡൈവേർട്ട് ആയിട്ട് കീബോർഡിലോട്ടായി. ഓക്കെ. പിന്നെ കീബോർഡ് പഠിച്ചു. പക്ഷെ നാട്ടില് മ്യൂസിഷ്യൻ തന്നെയല്ലായിരുന്നു. കുറെ കൺസേർട്സ് ചെയ്തിട്ടുണ്ട്. മറ്റേ കീബോർഡിൽ പൂത്തിരിയൊക്കെ കത്തിച്ചിട്ട് അല്ലേ? നെക്സ്റ്റ് സീഫ് ഫെൻഡർസി ആണല്ലേ നമ്മള്? അല്ല, കേട്ടുകഴിഞ്ഞു. സിനിമയിലൊക്കെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഒരു മൂവി സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസ്, സീരീസ് ഒക്കെ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഏത് മൂവിയാ ചെയ്തിട്ടുള്ളത്? അത് റിയാസ് ഖാന്റെ മൂവി ആയിരുന്നു, 22 ഗെയിംസ് എന്ന് പറയുന്നത്. അതിന് ഉടനെ ഇറങ്ങും. അപ്പൊ അമ്മന്റെ ഒരു സോളോ പെർഫോമൻസ് നോക്കാം. സോളോ എല്ലാ കഴിവുകളും പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല തോന്നുന്നു. സ്വാപ്പ് ചെയ്യാറുണ്ടല്ലോ. മൈക്ക് കുറച്ചും കൂടി ഒന്ന് നോക്കി വെക്കും. ഓക്കെ. അപ്പൊ സ്വാപ്പിംഗ് ഒന്നും ഇപ്പൊ നടക്കാൻ പറ്റുന്നില്ല. അവിടെ മ്യൂസിഷ്യൻ ആയിരുന്നു. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനൊരു കഥയുണ്ടല്ലോ, ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ബൈക്കിന്റെ സ്റ്റോറി. അത് ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊടുത്തിട്ട് ഇപ്പൊ ഒരു ബൈക്കിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു കേറി വരുമ്പോ. അപ്പൊ ആലോചിച്ചപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ആ വണ്ടിക്ക് വാങ്ങാം എന്നുള്ള പ്ലാനിലാണ് വന്നത്, കടൽ കടന്നു വരുന്നത്. അതെ. അല്ല, അപ്പൊ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഞാൻ വന്നിട്ട് ഒരു 4 months ആവുന്നതാണ്. ബാൻഡ് എല്ലാം ഉണ്ടായിരുന്നു, ഷോസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബൈക്ക് മേടിക്കണം എന്നൊരു ആഗ്രഹം വന്നതും അതിനോടൊപ്പം തന്നെ വണ്ടി വേണമെന്ന് ആഗ്രഹം, അത് ആ ഒരു വണ്ടി കൊടുത്തപ്പോഴേ ഉണ്ടാവും ഒരാഗ്രഹം. നാട്ടിലെ വെച്ച് നോക്കുമ്പോ നാട്ടിലല്ലേ കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസും പ്രോഗ്രാംസും ഒക്കെ കൂടുതൽ നാട്ടിൽ തന്നെയല്ലേ? നമ്മുടെ ഒരു ഗ്രോത്ത് വൈസ് നോക്കുമ്പോ നാട്ടിലായിരിക്കില്ലേ കുറച്ചുകൂടെ ബെറ്റർ? മാത്രമേ ഉണ്ടാവുള്ളൂ, വളർന്ന് പറ്റിക്കൊണ്ടിരിക്കുക, പക്ഷേ അല്ലാണ്ടുണ്ടാവില്ല. നാട്ടിലുള്ള ഒരുപാട് ഫാൻസിനെയും ഈ പറഞ്ഞ പോലത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. അതെ, പറഞ്ഞു മനസ്സിലാക്കി.
അതിന്റെ മറ്റേ ഡീപ്പ് വശങ്ങൾക്ക് ഞാൻ കിടക്കുന്നില്ല. അതെ. അപ്പൊ രജത് ബ്രോ എന്തൊക്കെയുണ്ട് ബ്രോ വിശേഷം? ആദ്യമായിട്ട് വരുമ്പോ ജോബ് ഹണ്ടിങ് ആയിരുന്നു. ആദ്യം ഇവിടെ ടോക്ക് ഓഫ് ദ ടൗണിൽ ഫസ്റ്റ് സോളോ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ ജോബ് ഹണ്ടിങ് ആയിരുന്നു. ഇപ്പൊ ജോലിക്ക് വേണ്ടി സമാധാനം. എങ്ങനെ ജോലിക്ക് ഏത് ഫീൽഡിലാണ്? റിയൽ എസ്റ്റേറ്റിലാണ്. അപ്പൊ സെറ്റാണ്. ഓക്കെ. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പറയുന്നതിനേക്കാൾ മുമ്പ് ഒരു സോളോ പതിവ് പോലെ ഒരു ഇളയരാജയും മണിരത്നവും അവസാനമായിട്ട് ഒന്നിച്ച ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ് എന്റെ. ഭയങ്കര രക്ഷയില്ലാത്ത പൊളി. അടുത്തതായിട്ട് ഒരു ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് UBL TVയുടെ മാനേജിംഗ് ഡയറക്ടർ ജോത്സ്യ മാമിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ നമുക്ക് ജോത്സ്യ മാഡത്തിന് ടീം ടോക്ക് ഓഫ് ദ ടൗണിന്റെ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നു. ഒരുപാട് നന്മ നിറഞ്ഞ, ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ടോക്ക് ഓഫ് ദ ടൗൺ ടീമിന്റെ വകയുണ്ട്. ഇവർ മൂന്ന് പേര് ഒരുമിക്കുന്ന ഒരു സോങ്, ഒരുമിച്ച് ചെയ്യുന്നൊരു മാഷപ്പ് അല്ലെ? ഒരു സോങ് മാഡത്തിന് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. സുബ്രഹ്മണ്യപുരം എന്ന ചിത്രത്തിലെ കൺകലിരുന്നാൽ എന്ന ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സോങ് ആണ്. ഹാപ്പി ബർത്ത്ഡേ ജോത്സ്യ മാം. സോങ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത സോങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരുപാട് വൺസ് അഗൈൻ വെരി ഹാപ്പി ബർത്ത്ഡേ അല്ലേ? കീർത്തന, കീർത്തനയുടെ ഒരു ആൽബം, മ്യൂസിക് ആൽബം, സ്വന്തം വരികളാണ് അല്ലെ? കമ്പോസിംഗും കീർത്തന. കമ്പോസിംഗ് ആൻഡ് ലിറിക്സും. ഇത് ഫസ്റ്റ് ആൽബം ആണോ ചെയ്തത്? സെയിം മൈ ലൈഫ്.
കാൺ സേവ് മൈ സെൽഫ്. അത് ഫസ്റ്റ് സോങ് റിലീസ് ചെയ്തത് അതായിരുന്നു. അതിന് മുമ്പേ ഞാൻ എഴുതിയിട്ടുണ്ട്. ഫുൾ സോങ്സ് അല്ല, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടുമ്പോൾ ഞാൻ എടുത്ത് എഴുതും. പിന്നെ ഗിറ്റാറിനോട് എന്തെങ്കിലും കമ്പോസ് ചെയ്യും. ഈ എഴുതാനുള്ളൊരു മോട്ടിവേഷൻ എങ്ങനെ വന്നു? ഉള്ളിലൊരു എഴുത്തുകാരി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? അത് ഞാൻ ഒരു KG2 ഫസ്റ്റ് ഗ്രേഡിലെങ്ങാണ്ട് പഠിക്കുമ്പോൾ ഞാൻ വെറുതെ ഈ ഇതില്ലേ ഏതോ ഒരു വർണ്ണം, ഇതേതായിരുന്നു, ഞാൻ മറന്നുപോയി അതിന്റെ ലിറിക്സ്. ഇത് മറന്നുപോയി. വരവീണ അത് ഞാൻ എന്തെല്ലോ വാക്കുകളാക്കിയിട്ട് ഞാൻ പാടി. അപ്പൊ അതിനുശേഷം ഞാൻ അത് എഴുതി വെച്ചായിരുന്നു. കുറെ വർഷം കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച ശരിക്കും നല്ല കുറച്ച് എഴുതി നോക്കാം എന്തെങ്കിലും, അത് ആ വർണ്ണത്തിനല്ല വെറുതെ. അങ്ങനെ പിന്നെ എഴുതി ചേച്ചിയോട് ചോദിച്ചു ഒരു വാലിഡേഷൻ, ഇങ്ങനെ അപ്രൂവലിന് വേണ്ടി. ചേച്ചി പാടും. ആ ചേച്ചി ആക്ച്വലി തുടങ്ങിയത്. അപ്പൊ ഞാൻ ചേച്ചിയുടെ റിവ്യൂ ജസ്റ്റ് പോയതേ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ചേച്ചി ഇംഗ്ലീഷിലൊക്കെ നല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും ഇത് കറക്റ്റ് ആണോ? ചേച്ചി പറഞ്ഞാൽ നല്ല ഉണ്ട്. പിന്നെ ഇങ്ങനെ എഴുതി ഇപ്പൊ പാട്ട് എഴുതി. അപ്പൊ ഫസ്റ്റ് ആൽബം റിലീസ് ചെയ്യുന്നത് അത് കാൺ സേവ് മൈ സെൽഫ്. ഒരു 2 വർഷം മുമ്പ്. ആ ഒരു അതിന്റെ എഴുത്തെന്ന് പറയുമ്പോൾ ഒരു 2-3 ഇതുണ്ട്, അതിന് തലങ്ങളുണ്ട് തോന്നുന്നു, ലേയേഴ്സ് ഉണ്ട്, 2-3 ലേയേഴ്സ്. അത് ഫസ്റ്റ് ഒരു ആർട്ടിസ്റ്റിന്റെ ഇൻസെക്യൂരിറ്റി പോലെ കാണിക്കുന്ന, നമുക്ക് മറ്റുള്ളവർ ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ. പിന്നെ അതിന്റെ അടുക്ക് ബ്രിഡ്ജ് വരുമ്പോ എനിക്ക് പറ്റുന്നില്ല, ഇത് നോട്ട് ഗിവിങ് അപ്പ്. പിന്നെ ആദ്യം ഞാൻ ഗിവ് അപ്പ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫാന്റസിയിൽ. അതെ. ശരിക്കും അതിന്റെ ആ പിക്ചറൈസേഷൻ ഒക്കെ മോൾ തന്നെയാണോ അതിന്റെ ഇതൊക്കെ എല്ലാം ചെയ്ത്? അതെ. പിന്നെ വീഡിയോഗ്രാഫീന്റെ ഒരു ഐഡിയ അത് എൻ്റെ കസിൻസും പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ടും ഉണ്ട്, നമ്മളെല്ലാരും കൂടെ. അപ്പൊ ഒരു 10th പഠിക്കുമ്പോ ഇതാണ് റിലീസ് ചെയ്തേക്കുന്നത്. ഇത്രയും യങ് ഏജില് ആൽബം ഒക്കെ റിലീസ് ചെയ്യാൻ വലിയൊരു കാര്യമാണ്. നമുക്ക് ആ ആൽബം കാണാം. ആദ്യം നമുക്ക് ഈ പാട്ടൊന്ന് പാടും. ഓക്കെ. I can't be what everybody can. I can't see there ain't nothing that I have. So you say cheers while I'm going one step back and out. Ask who's she? Nobody's all I am in 1, 2, 3. My world's gonna fall apart. You say cheers, so I'm going down and down. It makes me go crazy but nobody knows it. Makes me say things that I don't feel like saying. It makes me stress over things I do not care about. I wish I was not myself. I bet you there's a world out there where everything this is not fair, and I don't give up. I can't save myself, save myself, save myself. ശരിക്കും ബെസ്റ്റ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നല്ലേ, കുറച്ചുകൂടെ അല്ലെങ്കിൽ കീർത്തന പാടുന്നത് വളരെ ഈസി ആയിട്ടാണ്. അടിപൊളി. രജിത് ബ്രോ, ഓക്കെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അല്ലേ? ഓക്കെ. അപ്പൊ I can't be what everybody can. I can't see there ain't nothing that I have. So you say cheers, well I'm going one step back and out. Ask who's she? Nobody's all I am in 1, 2, 3. My world's gonna fall apart. You say cheers, well I'm falling down and down. It makes me go crazy but nobody knows it. Makes me say things that I don't feel like saying. Makes me stress over things I do not care about. I wish I was not myself. I bet you there's a world out there where I don't say that this is not fair, and I don't give up. I can't
my head spinning round and round, I'm passing out. You cannot hold me cause I'm giving up. I say I'm hopeless but they ask me again. What if I can? What if I can? I tell them what if I don't? What if I don't? It makes me go crazy but nobody knows it. Makes me say things that I don't feel like saying. It makes me stress over things I do not care about. I wish I was not myself. I bet you there's a world out there where I don't say that this is not fair, and I don't give up. I can save myself, save myself, save myself, save myself. I'm stuck in a fantasy. Every time I see it, I feel like I'm singing for the first time. Every day I think about it, I keep thinking of it every day and night. Stuck in a fantasy, the only thing I believe in. കീർത്തന ഓക്കെ ഫ്രണ്ട്സാണോ കൂടെ അഭിനയിച്ചിട്ടുള്ളത്? ചേച്ചിയുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്, ചേച്ചിയുടെ ഫ്രണ്ടും. സോ യു ആർ ഗുഡ് ആക്ട്രസ് ഓൾസോ. നന്നായി അഭിനയിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, സ്ക്രീനിൽ കാണുമ്പോ ഭയങ്കര രസമുണ്ട്. താങ്ക് യു. ഓക്കെ ജിത് ബ്രോ, പുതിയ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ തൃശ്ശൂർ പൂരത്തിന് അഗ്നി ബാൻഡിൽ വഹിച്ചിരുന്നു. പിന്നെ സ്പടികം ബാൻഡിന്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രോഗ്രാംസ് വരുമ്പോൾ ഞാൻ അവരുടെ ഒപ്പം ഉണ്ടാവും. പ്രാക്ടീസ് തുടങ്ങി? പ്രാക്ടീസ് നാളെ തുടങ്ങുകയാണ്. ഒരു പ്രാക്ടീസിന് ഉണ്ടായിരുന്നു, പക്ഷെ പ്രോപ്പർ ആയിട്ട് നാളെയാണ് തുടങ്ങുന്നത് ടീമിന്റെ ഒപ്പം. അങ്ങനെ പിന്നെ സൈഡിൽ കൂടെ വേറെ പാറ്റിടാനൊക്കെയുള്ള പ്ലാനും ഉണ്ട്. അങ്ങനെ പിന്നെ റെക്കോർഡിങ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. ഓക്കെ, അതിനിടയ്ക്ക് കുറെ പുതിയ പുതിയ പരീക്ഷണങ്ങളും ചെയ്യാറുണ്ട്. കമ്പോസിംഗ് ഇല്ല, പഠിപ്പിക്കുന്നുണ്ട്. അല്ല, കമ്പോസിംഗ് ഇല്ല, ടീച്ചിങ് ഉണ്ട്. ശരി, ഓക്കെ. ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഓക്കെ ഓക്കെ. മുമ്പ് ഉണ്ടായിരുന്നു? മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് 3-4 വർഷമായി. 4 വർഷമായി. ഓക്കെ ഓക്കെ. റിയൽ എസ്റ്റേറ്റ് ടീച്ചർ, മൾട്ടി ടാലന്റഡ് ആണ്. എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നുണ്ടോ? ഏതാ? ഓക്കെ. ഓക്കെ. വിദ്യാസാഗറിന്റെ സംഗീതം, ഇന്ദ്രപ്രസ്ഥ എന്ന സിനിമ അല്ലേ? അല്ല, വിദ്യാസാഗറിന് നേരെ ബ്രോ AR റഹ്മാനിലേക്ക്, പക്ഷെ അത് അയച്ചില്ല. പക്ഷെ നൈസായിരുന്നു, തീരെ പ്രതീക്ഷിച്ചില്ല. അതെന്താ അങ്ങനെ പോകാൻ കാരണം? പെട്ടെന്ന് ആ ഒരു സെയിം ജോണർ ആണത്. അതെ അതെ അതെ. അത് ഞാൻ ഈ ഇത് ഇൻസ്പയർഡ് ആവും നമ്മുടെ
നമ്മളെ ഹരീഷേട്ടന്റെ പാടി കേട്ടത് അതെ അതെ ഹരീഷ് അങ്ങനെ ആയത്. ആള് രണ്ട് ഫേവറേറ്റാ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചിരുന്നല്ലോ, മലർകളെ വായിച്ചിരുന്നു. ഈ പോർഷൻ വായിച്ചിട്ടില്ല. ഈ പക്ഷെ വായിച്ചിട്ടില്ല. അത് എന്റെ ഇതിലിട്ടു. അപ്പൊ നമ്മുടെ 3 പേരും കൂടിയിട്ടുള്ള ഒരു കീർത്തനക്ക് ഇരുന്ന് ബോറടിച്ചു തുടങ്ങി തോന്നുന്നു. 3 പേരും കൂടിയിട്ടുള്ള ഒരു ഒരു സെഷൻ ചെയ്യാം അല്ലേ? ആ ഒരു ഇത് ചെയ്താലോ, ക്ലാസിക്കൽ ഒരു സംഭവം തില്ലാണ് അല്ലേ? ആ പാട്ടിനെ കുറിച്ചിട്ടൊന്ന് പറയാം ബ്രോ. അല്ല കീർത്തന തന്നെ പറയും. കീർത്തന രജത്ത് പറയും. അത് ദേശ് എന്ന് പറഞ്ഞ രാഗത്തിലുള്ള ഒരു തില്ലാനയാണ്. തില്ലാനം എന്ന് പറയുമ്പോൾ എല്ലാ രാഗത്തിലും തില്ലാനകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക്കലി ഇത് പറയുകയാണെങ്കിൽ ദേശിൽ കമ്പോസ് ചെയ്തൊരു തില്ലാണ്. ദേശ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം ഇതൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു രാഗമാണ്. എല്ലാവർക്കും ഇപ്പോൾ പരിചിതമായിട്ട് ഹിന്ദുസ്ഥാനി കർണാട്ടിക്കിലും ഉണ്ട്. അതായത് അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ 2 ഇതിലും ഉണ്ട്. അല്ല എനിക്ക് കൂടുതൽ നമുക്ക് എനിക്ക് കേട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. വെസ്റ്റേൺ കേട്ടപ്പോ എല്ലാം നല്ലതാ. ഷീ ഈസ് വെരി ടാലന്റഡ്. അതെ എല്ലാവരും പൊളിച്ചു. കീർത്തന നമുക്കൊരു സോളോ പോയല്ലോ. ഹിരമണ്ടി ഹിന്ദി വേണം അല്ലേ? നമ്മള് സമയധികം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സംസാരിച്ച് നിങ്ങൾ ഇത്രയും. അതെ. सकल बन सकल बन भूल रही सरसों, सकल बन भूल रही सरसों, सकल बन अम्बवा भोटे टेसो भोले, अम्बवा भोटे टेसो भोले, घोरी करत श्रृंगार मालनिया, गढ़वाल आई करसोन, सकल बन गढ़वाल आई करसोन, सकल बन भूल रही सरसों, सकल बन भूल रही सरसों, सकल बन सकल बन. സഞ്ജയ് ലീല ബൻസാലിയുടെ ഒരു ഭയങ്കര ഹിറ്റ് സോങ് ആണ്.
എല്ലാ റീൽസിലും. ഇതും വേറെ ഉണ്ടായിരുന്നു ഹൊസയ്യാ അത് കുറച്ചുകൂടി ഗസൽ അല്ലേ ഒരു അതും അത് അതല്ലേ ജസ്റ്റ് ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ഫുൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ് തോന്നുന്നത് പാടാനായിട്ട്. सैया हट जाओ तुम बड़े वो हो सैया हट जाओ तुम बड़े वो रात बीत जाए दिन आए इब कर जाने तो दो हो सैया इब कर जाने दो हो सैया हटो जाओ तुम बड़े वो കമ്പോസ് പറയാൻ വാക്കുകളില്ല, അതെ, അതെ, ഭയങ്കര അതെ. ബ്യൂട്ടിഫുൾ. അസാധ്യം. ഈ കമ്പോസ് ചെയ്യാറുണ്ടല്ലോ, ആരെങ്കിലും വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും മ്യൂസിഷ്യൻസ്? എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ബില്ലി ഐലിഷ് Okay. ഫോർ ഷുവർ. ബില്ലി ഐലിഷ്, പിന്നെ ജോഷുവ ബാസറ്റ്. ജോഷുവ ബാസറ്റ് കൂടുതലും ഇംഗ്ലീഷ് വെസ്റ്റേൺ വെസ്റ്റേൺ ആണ്. പോപ്പ് സിംഗേഴ്സ്. പക്ഷേ അപ്പൊ വെസ്റ്റേണിലെ ഏതാ അല്ല കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അപ്പം അല്ല, ഇത്ര നന്നായിട്ട് ഹിന്ദുസ്ഥാനി പാടുന്നുണ്ട്, ഹിരമണ്ടി ഇപ്പൊ പാടിയല്ലോ. അപ്പൊ ഇന്ത്യൻ മ്യൂസിഷ്യൻസിനെ വല്ലാതെ ഇൻസ്പയർ ചെയ്ത വല്ലവരും ഉണ്ടോ? ഇന്ത്യൻ മ്യൂസിഷ്യൻസ് അതിപ്പോ ഞാൻ ഒറ്റൊരാളായിട്ട് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ല. ഓരോ ആസ്പെക്ട്സും, ഫോർ എക്സാമ്പിൾ ശ്രേയ ഘോഷാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗേഴ്സ്. നോട്ട് ജസ്റ്റ് ബിക്കോസ് ഹെർ വോയിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ, അതുണ്ട്, പക്ഷേ the way she sings in every like different languages and the pronunciation is on point. മലയാളത്തിൽ അസാധ്യ പ്രൊനൗൺസിയേഷൻ. അതിപ്പോ ഞാൻ ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ പാട്ടിടുമ്പോൾ കുറെ ആൾക്കാർ തെലുഗു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം ഒരു മടിയായിരുന്നു, എങ്ങനെയാ ഞാൻ പാടാൻ, എനിക്ക് ഒട്ടും അറിയാത്തൊരു ഭാഷ. പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ പഠിച്ചെടുത്തു. സോ ഷീ ഈസ് ഡെഫിനറ്റ്ലി മൈ മോട്ടിവേഷൻ. അങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജസിൽ അത്രയും നല്ല സ്ഫുടതയോടെ. അത്യാവശ്യം നന്നായിട്ട് എന്നെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മള് കമ്പോസിംഗിലേക്ക് കിടക്കുമ്പോ എപ്പോഴും ഒരു വെസ്റ്റേൺ ആണ്. പിന്നെ ബോഴൻകോട് ഇവിടെ തന്നെയല്ലേ, അപ്പൊ പിന്നെ അതൊക്കെ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ കുട്ടി. അത് ഞാൻ കാസർഗോഡ് നിന്നായതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ മലയാളം സംസാരിക്കാറേ ഇല്ല, പുറത്ത് വീട്ടിൽ മാത്രം സംസാരിക്കും. ഈ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെ പേടിയാവും. എന്നാല് ചെറിയൊരു കാസർഗോഡ് സ്ലാങ് ഉണ്ടല്ലോ രജത്ത്, ചെറുതായിട്ട്. ഇത് അതിന്റെ 1%. വീട്ടിൽ അതിന് ഇവിടെ അങ്ങനെ സംസാരിക്കാണ് നല്ലത്. നിങ്ങൾ വീട്ടിലെങ്ങനെ സംസാരിക്കുന്നു അവിടെ അതുപോലെ സംസാരിക്കുക അവിടെ. അല്ലാണ്ട് ഒരു പോളിഷ് ചെയ്ത് സംസാരിക്കുന്ന കാര്യമില്ല, രജത്തിന് അറിയാം അല്ലേ? അത് അമ്മല തിരുവനന്തപുരം അല്ലേ? അത് കേൾക്കാൻ യാനി വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? എല്ലാം ഇൻസ്പയർ ആയിട്ടുള്ള ആരാണ്. ഓക്കെ, കാരണം യാനി എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് തെലുങ്ക് 90 കിഡ്സ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ്. TV ചാനലൊക്കെ ഉള്ളപ്പോഴാണ് യാനി അയാളുടെ പീക്ക് ടൈമിൽ നിൽക്കുന്നത്. യാനിയുടെ ഏതെങ്കിലും സംഭവം? ഞാനിവിടെ ഇപ്പൊ വായിക്കുന്നില്ല അതിന്, കാരണം പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള, കാരണം പുള്ളിയുടെ പ്ലേയിങ് ആയാലും എല്ലാം ഭയങ്കരമായിട്ടുള്ള. അപ്പൊ എങ്ങനെ ഒരു നോട്ട് തെറ്റി കഴിഞ്ഞാല് നോട്ടെല്ലാം നോട്ടില്ല, അപ്പൊ എങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ട് ശരി. അല്ല, ഇപ്പൊ യാനിയുടെ നോട്ട് തെറ്റിക്കഴിഞ്ഞാൽ മനസ്സിലാകാവുന്ന ആരും പ്രത്യേകിച്ച് ആരും കൂടെ ഇല്ല തോന്നുന്നു. വേറൊരു മൂവിയുടെ സംശയം. ഓക്കെ.
പൊളി. അടിപൊളി. രജത്തിന്റെ ഒരു സോളോ അല്ലേ അടുത്തത്? ഏതാ? മൈലേ. രജത്ത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ക്ലാസിക്കലാണ് ബേസ് അല്ലെ? അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുക്കുന്നതൊക്കെ അത് ബേസ് ചെയ്തിട്ടുള്ള മെലഡികളാണ്. അതിപ്പോ എന്താ പറയാ, കുറെയൊക്കെ സെലക്ട് ചെയ്യുന്നത് ഞാൻ പഠിച്ചതിന്റെ ബേസിലുള്ള കുറെ കാര്യങ്ങളായിരിക്കും. അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ രാഗങ്ങൾ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഗം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്യണം. അപ്പോ റിസർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടുമുട്ടുന്ന കുറെ പാട്ടുകളുണ്ട്. അത് ആ പോയിന്റിൽ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അപ്പൊ അത് പഠിച്ചു വയ്ക്കുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും വായിച്ചു നോക്കുമ്പോ അയ്യോ ഇങ്ങനൊരു പാട്ടുണ്ടായിരുന്നല്ലോ, അത് പിന്നെ വീണ്ടും വായിക്കുന്നു. അത് പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് വീണ്ടും ഫേവറേറ്റ് ആവുന്നത്. അങ്ങനെയാണ് ഒരു പാട്ട് പഠിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല പ്രാക്ടീസ് വേണ്ടേ? അല്ല, ഇത് ബേസിക്കലി ഇപ്പൊ എല്ലാ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്ന ഒരു ടെക്നിക്കാണ്. പ്രാക്ടീസ് വേണം, പക്ഷെ ആ ടെക്നിക്ക് മാസ്റ്റർ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് വേണം. പക്ഷെ ബേസിക്കലി എല്ലാ ടെക്നിക്കാണ്. ഇപ്പൊ ആൾക്കാർ ചോദിക്കും ഇപ്പൊ ബ്രെത്ത് കൺട്രോൾ വേണ്ടേ? വേണം, പക്ഷെ ആ ബ്രെത്ത് കൺട്രോളിന്റെ ഒരു ടെക്നിക്കാണ്. പക്ഷെ ഇൻസ്ട്രുമെന്റ്സ് നോക്കുകയാണെങ്കിൽ വയലിൻ കഴിഞ്ഞ ഏറ്റവും ഡിഫിക്കൽട്ട് ഫ്ലൂട്ട് ആണെന്ന് പറയാറുണ്ട് അല്ലെ? പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ആ ഫ്ലൂട്ടിനോടുള്ള പാഷന്റെ കാര്യങ്ങളൊന്നും പറയാം. എങ്ങനെ വന്നത്? അതായത് ഞാൻ തുടങ്ങുന്നത് എങ്ങനെയാ വെച്ചാല്, ചെറുപ്പത്തില് എന്താ പറയാ, ഈ ശ്രീകൃഷ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ശ്രീകൃഷ്ണൻ സീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള ആ സമയത്ത്. അപ്പൊ അങ്ങനെ കണ്ട് ഒരു വിധത്തിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു ദിവസം ഫ്ലൂട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. അപ്പോ ശബ്ദം ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല, എല്ലാരെയും പോലെ ആദ്യം ശബ്ദം ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് വാശിയായി എങ്ങനെയാണ് ശബ്ദം വരുത്തണം. പിന്നെ ഒരു കൗതുകം എന്നുള്ള നിലയില് പഠിച്ചു തുടങ്ങണം എന്ന് വിചാരിച്ചു. അപ്പൊ കസിന്റെ അടുത്ത് തന്നെ പഠിച്ചു തുടങ്ങി. ആളാണ് ഒരു പ്രശസ്ത ഗുരു. അപ്പോ അങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ ഒരു 2-3 വർഷം അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ പഠിച്ചു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലോത്സവങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂരിൽ തന്നെ മുരളി പല്ലുവായി എന്ന് പറഞ്ഞ സാറിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചു തുടങ്ങി. നീരാഞ്ജലി. അതെ അതെ. അതിനുശേഷം അത് ശരി, അങ്ങനെ ഒരു അബദ്ധം പറ്റി. കണ്ടിന്യൂ ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഒരു 4-5 വർഷം അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ കുടമാളൂർ ജനാർദ്ദൻ സാറിന്റെ അടുത്ത് പഠിച്ചിരുന്നു. അതെ, അതാണ് സംഭവം. ഓക്കെ. അതിന്റെ ഒരു അനുബന്ധം പറഞ്ഞുള്ള ഇഷ്ടം.
മ്യൂസിക് ഡയറക്ടർ. ബെനി ഇഗ്നേഷ്യസ് ആണ് ഈ മ്യൂസിക് ഡയറക്ടർ. മറ്റേ കുഞ്ചാക്കോ ബോബൻ അതെ അതെ. അല്ലെങ്കിൽ അദ്ദേഹം ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ചോദിക്കുക, തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ വേറൊരു അയാള് അതേവരെ ചെയ്തൊരു ജോണറിലല്ല, വേറെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറിലാണ് അദ്ദേഹം ചെയ്ത പാട്ടാണ്. അസാധ്യമായിട്ട് ജാനകിമല്ലേ പാടിക്കുന്നത്? അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. കീർത്തന വീണ്ടും ഞാനിങ്ങനെ റീല് സ്ക്രോൾ ചെയ്യുമ്പോഴേ നേരത്തെ പറഞ്ഞ തെലുങ്ക് പാട്ട് പാടുന്നുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. അത് മുൻപ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, എന്നാലും സ്പോട്ടിലൊന്ന് നിങ്ങൾ ആ പാടിക്കോ. അല്ലല്ല അതല്ല, ചുട്ടമല്ലേന്റെ ആ ഇല്ലേ, അത് ഫില്ല് ചെയ്യണം. ചുട്ടമല്ലേ ചുട്ടേസ്താനെ ചുട്ടേസ്താനെ ചുട്ടമല്ലേ ചുട്ടേസ്താനെ ചുട്ടും ധരിച്ചു പോ ഒരിക്കേ ഉണ്ടത് കാസേപ്പോ അസ്തമനം നിലോകമേ നാമൈ മറപ്പോ చెత్తనైతే నువ్వే నన్నా పోరా నా నిద్ర కులాసా నీ కలల ఇచ్చేసా నీ కోసం వయసు వాకిలి కాసారా నా అసలు పొగేసా నీ గుండెకు వచ్చేసా నీ రక్కకు రంగం సిద్ధం చేసా ఎందుకు పుట్టిందో పుట్టింది ఏమో నువ్వంటే ముచ్చట పుట్టింది పెట్టింది నీ పేరు పెట్టింది బయ్యారం ఓణి కట్టింది గోరింట పెట్టింది సామెకి ముక్కలు కట్టింది చుట్టమల్లే చుట్టేస్తుంది చుట్టేస్తుంది చుట్టమల్లే చుట్టేస్తుంది చుట్టమల్లే చుట్టేస్తుంది తుంటరి చూపు ఊరి ഈ എല്ലാ ദിവസവും റീല് പോസ്റ്റ് ചെയ്യും? ഇല്ല, അത് ഞാൻ ഒരു എല്ലാ ആഴ്ചയും ഏതെങ്കിലും ഒരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അത് നല്ല ഇഷ്ടപ്പെടുമ്പോ വെറുതെ എടുത്തിട്ട് ഏകദേശം വീക്ക്ലി. പക്ഷെ ഇത്രയധികം കുറെ ഫോളോവേഴ്സ് ആയി അല്ലെ? ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയതാണ്. ഇപ്പം +2 കഴിഞ്ഞു, കോളേജ് തുടങ്ങി. ഞാൻ ഇപ്പൊ ഓഡിയോ എഞ്ചിനീയറിംഗ്. ഓ, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് തന്നെ അല്ലേ? അപ്പൊ കരിയർ തീരുമാനിച്ചു. അതൊരു 10th വരെ ഞാൻ വിചാരിച്ച ഒരു ഹോബി ആയിട്ട് എടുക്കാം, സൈഡ് ഹോബി. പിന്നെ എപ്പോഴാ സീരിയസ് ആയി തുടങ്ങി മ്യൂസിക്കിലോട്ട് തന്നെ വരണം, മ്യൂസിക് ആയിട്ട് കരിയർ? എനിക്ക് തോന്നുന്നു ഈ ഇൻസ്റ്റഗ്രാം ഇതായിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കോൺസെൻട്രേഷൻ അതിലായിരുന്നു. എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടിയ പോലെ തോന്നി ആദ്യം. പിന്നെ 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 ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയാണ് അല്ലേ? അതെ, മ്യൂസിഷ്യൻ ആവാന്നുള്ളതാണ്. ഈ വെസ്റ്റേണില് ഏത് സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ പോപ്പ് മ്യൂസിക് ഒക്കെ കൂടുതൽ. ഞാൻ റാപ്പ് ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ അതെ അതെ പോപ്പ് സോങ് ട്രൈ ചെയ്യും, പക്ഷെ ഞാൻ ഇനി ട്രൈ ചെയ്യുന്നില്ല. അത് ഏകദേശം ചെറിയൊരു വെസ്റ്റേൺ ആരെങ്കിലും ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? മീൻസ് പഠിക്കുന്നുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഈ അടുത്ത് മ്യൂസിക് ടീമിൽ ചേർന്നു. ഒരു 10th കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലെ മ്യൂസിക് ടീമിൽ ചേർന്നു. അപ്പോൾ ജോസ് സാറ് ആണ് അവിടുത്തെ ടീച്ചർ. അപ്പോൾ സാറിൻ്റെ കൂടെ കുറെ വർക്ക് ചെയ്തു, അങ്ങനെ കുറെ പഠിച്ചു. അല്ലാതെ മോളിപ്പോ വേറെ ഒരു മീൻസ് വെസ്റ്റേൺ ആയിട്ട് ഇല്ല, പഠിക്കുന്നില്ല. പഠിക്കണം കേട്ടോ. എനിക്ക് ചെറിയ പേടി, പഠിച്ചാ അഥവാ ഈ കർണാട്ടിക്കിന്റെ ആ സ്റ്റൈല് പോന്നൊരു. അപ്പൊ ഞാൻ ഈ സ്റ്റൈലിൽ ഇങ്ങനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അല്ല, നമ്മളോട് ബോറടിച്ചിട്ടാണോ ഏതാണ്? മറുവാർത്തി. ഓക്കെ.
பதில் நானும் தரும் முன்பே கனவாகி கலைந்தாய் பிடிவாதம் பிடி சினம் தீரும் மணி இழந்தோ இழகோலம் இனிமேல் மழைக்காலம் மறுவார்த்தை பேசாதே மடி மீது நீ தூங்கிட இமை போல நான் காக கனவா நீ மாறிட അച്ചാതി ഫീൽ രക്ഷയുണ്ടായിരുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി, നിങ്ങൾ തമ്മിലുള്ള വൈബത്താണ് തുടങ്ങുന്നത്. ഞങ്ങള് ഇപ്പോ പരിചയപ്പെട്ടിട്ട് ഒരു 2023 സമയത്ത് അത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ ഫ്ലൂട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഞാനും പിന്നെ സാരംഗും. അപ്പോ ആള് അത് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇട്ടു. അപ്പൊ ഞാൻ ആ സമയത്ത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആളെ. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ മെൻഷൻ ചെയ്തിട്ടില്ല, ആരാന്ന് മനസ്സിലായിട്ടില്ല ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് ഇട്ടു ഞാനോ. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടതാണ്. പിന്നെ അനൂപ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പൊ ആള് വഴിയാണ് പിന്നെ പരിചയപ്പെടുന്നതൊക്കെ. ആള് പിന്നെ ആളുടെ ഒരു എന്താ പറയാ NSSന്റെ പാർട്ടാണ്. അപ്പൊ അതിന്റെ പ്രോഗ്രാംസിനൊക്കെ എന്നെ വിളിച്ചു തുടങ്ങി. അപ്പൊ ആളോടൊപ്പം ഗ്രൂപ്പ് പെർഫോമൻസ് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിൽക്കട്ടെ. ചെയ്തിട്ടുണ്ടോ ഒരുമിച്ച് അല്ലേ? ഒരുപാട് ഷപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരാളൂടെ കൂടി ഗ്രൂപ്പിലോട്ടല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് റിക്വസ്റ്റ് ഉണ്ട്, ഒരു പാട്ട് അറിയാമെന്ന് ചോദിച്ചിട്ട്. ഒരു നിധം ഒരു വാനം എന്ന് പറഞ്ഞ സിനിമയില് ഒരു വേഴം എന്ന് പറഞ്ഞ പാട്ട് അറിയും? ഇല്ല കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ആ പാട്ട് അറിയോ, എനിക്ക് സ്റ്റൈലുള്ള പാട്ടാണ് തോന്നുന്നു. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പേര് ടൈമായി, സമയം പെട്ടെന്ന് പോയത് കേട്ടോ. അത് പിന്നെ വരില്ലോ. ഓക്കെ, അപ്പൊ ഒരു പാട്ടിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഒരുമിച്ച്. അതെ, ഒരു ഡിബറ്റിലൂടെ വൈൻഡപ്പ് ചെയ്യാം. കീർത്തന അതെ. അപ്പൊ ഒരു മിനിറ്റ്. അപ്പൊ ഒരുപാട് സന്തോഷം കീർത്തന. 2025 എല്ലാ ഡ്രീംസും കംപ്ലീറ്റ് ആവട്ടെ. ഒരു വലിയൊരു മ്യൂസിഷ്യനായി അപ്പൊ എത്രയും പെട്ടെന്ന് ബൈക്ക് മേടിക്കട്ടെ, സെറ്റ് ആവട്ടെ. പക്ഷെ ബൈക്ക് എപ്പോഴും അല്ല അങ്ങനെ പോകത്തില്ല. കാരണം ഇപ്പൊ നമുക്ക് സ്കൂളിലെ സാറെന്ന് പറയുന്നത് പ്രദീപ് സാറാണ്. സാർ അത്യാവശ്യം യുഎയിൽ ഭയങ്കര ഫേമസ് ഉള്ള സാറാണ്. സാറിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, പിന്നെ സ്കൂളിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ കുറച്ച് നാൾ ഇവിടെ ദുബായിൽ പോയാൽ മതി. അപ്പൊ ഈ ട്രയോ വൈബ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഐ ഹോപ്പ് യു എൻജോയ് ദ ഷോ. വൺസ് അഗെയിൻ ജോത്സന മാമിന് ഒരു വട്ടം കൂടി പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് വികാസ് കാർത്തിക്. അപ്പൊ നമ്മൾ ലാസ്റ്റ് സോങ് കിടക്കാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്കാൻ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്കാൻ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലകം മന്ദാരം പൂവിട്ട തണലും. ഗന്ധർവൻ പാടുന്ന
പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാലിലകളിലായത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലിലകളിലായത്തിൽ തൊട്ടേ വരാം ലാ 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 താങ്ക് യു ഗൈസ്.